ഇവിടെ വളരെ എളുപ്പത്തിലുള്ള രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ചെയ്യുകയും വളരെ ടേസ്റ്റിയുമാണ്. ഹായ് എവരിവൺ, ഇന്ന് നമുക്കൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാം. പുതിയതല്ല, എല്ലാവർക്കും പരിചിതമാണ്. രസം, അതായത് നമുക്ക് ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ രുചികരവുമായ ഒന്നാണ് ഈ രസം എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പത്തിൽ അധികം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ ആദ്യം ഞാൻ പറയുന്നു. ഒരു സവാള ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി. അത് നിങ്ങൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് വേണം നിങ്ങൾ ഐറ്റംസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. അപ്പം ഞാനൊരു അല്പം കൂടുതൽ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു കുടത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് ഈ സാധനം, പുളി. ഈ പുളി എന്ന് പറയുന്നത് നമ്മൾ മീനിനകത്തിടുന്ന കുടംപുളിയല്ല, വാളംപുളിയാണ്. നിങ്ങൾ ഓരോരുത്തരുടെ നാട്ടിലും ഓരോന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വാളംപുളി എന്ന് പറയുന്നത്, സാമ്പാർ പുളി എന്നും പറയും. അപ്പം അതാണ് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ്, കഴുകി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ പിഴിഞ്ഞ് ഇതാണ് മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരല്പം കായപ്പൊടി വേണം. പിന്നെ ടൊമാറ്റോ വേണം. ടൊമാറ്റോ ഞാൻ കുറച്ചേറെ വെച്ചിട്ടുണ്ട്, ഇതെല്ലാം കൂടെ എടുക്കുന്നില്ല. ആവശ്യത്തിനുള്ളത് എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിക്കാം. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം പൗഡറാണ് ഇടുന്നത്. ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചിരിക്കുന്ന രസം പൗഡറാണ് ഇടുന്നത്. അതല്ല, നിങ്ങൾക്ക് വീട്ടിലെ ഐറ്റംസ് മസാല തന്നെ ഇടാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി, അല്പം മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഉലുവാപ്പൊടി, ഇത് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന സാധനത്തിന് അനുസരിച്ച് കൊഴുപ്പുണ്ടാകത്തക്ക നിലയിൽ ചെയ്യണം. കാരണം സാധാരണ ഞാൻ എളുപ്പത്തിന് വെളിയിൽ നിന്നാണ് രസം പൗഡർ വാങ്ങിക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഞാനിത് ചട്ടിയിലോട്ട് പുളി പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മൺചട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ സ്പൂണ് മഞ്ഞളിടുകയാണ്. മഞ്ഞളിട്ടതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ ആവശ്യത്തിന് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചൊരു ഉപ്പും അതിനകത്തോട്ടിടുന്നുണ്ട്. പിന്നെ ഈ മെയിനായിട്ട് ഇടുന്നത് ഈ വെളുത്തുള്ളി, നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനം ഇടും. ഉള്ളി ഇപ്പോഴും ഇടത്തില്ല, ഉള്ളി നമുക്ക് കടുക് വറക്കാനാണ്. ഇഞ്ചി, കുരുമുളക് പൊട്ടിച്ചിടണ്ട, പൊട്ടിക്കാതിട്ടാൽ മതി. കണ്ട ഈ ഉള്ളി ഞാൻ മാറ്റി വെക്കുകയാണ്. ഉള്ളിയും ടൊമാറ്റോയും പിന്നെ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടപ്പിലോട്ട് വെക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരല്പം ഉലുവപ്പൊടി, ഉലുവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പെന്നുഗ്രീക്ക്, അത് പൊടിച്ചത് ഞാനൊരല്പം ചേർക്കുന്നുണ്ട്. എല്ലാം ഒരു സ്വല്പം ഇട്ടാൽ മതി, ഒത്തിരി ഇട്ടാൽ എല്ലാം കഴിക്കും. അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഇനിയിപ്പോൾ ഇടുന്നത് ഞാൻ കായപ്പൊടി, ഒരല്പം കായപ്പൊടി പൊടിയാണ് ഇടുന്നത്. കായം മുഴുവനെ അല്ല ഇടുന്നത് കേട്ടോ. കായപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പം ഒരല്പം പൊടിയും കൂടി ഇടുന്നുണ്ട്. ഈ ഫ്രൈ പാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പോൾ കടുക് കൂടെ വറക്കാം. കാരണം ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഫ്രൈ പാൻ വെച്ച് ഈ മസാലകൾ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുക്കിംഗ് ഓയിൽ ഒരു ഇച്ചിരി ഒഴിക്കുകയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി, ഒത്തിരി ഒഴിക്കണ്ട. കടുക് ഒരല്പം ഇടാം നമുക്ക്. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളി ഒന്ന് ഒത്തിരി അങ്ങ് വെള്ളണ്ട, കുറച്ചൊന്ന് കളറൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം അരിഞ്ഞ തക്കാളി ആവശ്യത്തിന് അങ്ങോട്ട് ഇടുകയാണ്. ഉള്ളി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പിടി വലിപ്പത്തിലാണ് പുളി എടുക്കുന്നതെങ്കിൽ ഒരു 3 തക്കാളിക്ക നിങ്ങൾക്ക് എടുക്കാം, മീഡിയം വലിപ്പത്തിലുള്ളത്. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആകണം. അപ്പം ഈ തക്കാളിക്ക ഉള്ളിയും കൂടെ നമ്മൾ കടുക് വറക്കുന്നതിൻ്റെ അകത്തോട്ട് ഒരല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉലുവാപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ടുണ്ട്. ഉലുവാപ്പൊടിയൊക്കെ ഒത്തിരി ആയാൽ കഴിക്കും. അതും കൂടി ഇടുക. ഇട്ടതിന് ശേഷം ഇത് നല്ലവണ്ണം മെൽറ്റ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് മസാല ചേർക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് മെൽറ്റ് ആകട്ടെ.
ചെറു തീയിലിട്ട് കൊടുക്കാം കേട്ടോ, വീഡിയോ ഒന്നും ആക്കണ്ട. നമ്മുടെ ടൊമാറ്റോ നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മസാല അങ്ങോട്ട് ഇടാൻ പോകണം. ഞാൻ ഹോം മെയ്ഡ് മസാലകളൊന്നും തന്നെ ഇടുന്നില്ല, ഈ റെഡിമെയ്ഡ് മസാലയാണ് ഇടുന്നത്. അത് ഞാനൊരളവ് വെച്ച് ഞാനങ്ങ് ഇടുകയാണ്. കാരണം എനിക്ക് സാധനം ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ 2 തവിയാണ് ഇടുന്നത്. എന്നിട്ട് അത് നല്ലവണ്ണം നമ്മൾ ഇളക്കിയതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ രസം ചട്ടിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, എളുപ്പമാണ്, രണ്ടും ഒരേപോലെ അങ്ങ് നടക്കും. എന്നിട്ട് പിന്നെ ഇനി ഈ മസാലയ്ക്കകത്തോട്ട് ഒരല്പം ആ തിളച്ച രസം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി ഒന്ന് തിളപ്പിച്ച് അതിനകത്തോട്ട് ചേർത്ത് നമുക്കത് വാങ്ങി വെക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു രസമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും. ഇതിപ്പം നമ്മൾ നല്ലവണ്ണം മസാല തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനത് നമ്മുടെ രസം ആ പുളിവെള്ളത്തിനകത്തോട്ട് ഇത് ചേർക്കാൻ പോവാം. ചേർത്ത് ഒരല്പം സമയം തിളപ്പിച്ച് അത് പറ്റിച്ച് എടുത്ത് വെക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പുമൊക്കെ നോക്കി നമുക്കത് ഓഫാക്കാം. അപ്പം ഒരു 3-4-5 മിനിറ്റ് ഞാനിത് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് ഉപ്പും എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഓഫാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ചെയ്യുകയും വളരെ ടേസ്റ്റിയുമാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒക്കുന്നെങ്കിൽ അറിയിക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.